അങ്ങനെ പടക്കടകുതാഹവ നമ്മളുടെ ഡേറ്റ എന്തുകൊണ്ട് ഇന്ത്യയിലേക്കല്ല പോകുന്നത്? ഇന്ത്യയുടെ വെളിയിലുള്ള ഏതൊരു സെർവറിലേക്കാണ് നമ്മൾ ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ഡേറ്റയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ VPN യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ VPN യൂസ് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ ദിവിൻ. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് 59 ചൈനീസ് ആപ്പുകളെയാണ് ഇന്ത്യയിൽ നിന്നും ബാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സെൻഡർ, ഷെയറിറ്റ്, നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് എക്സെൻഡറും ഷെയറിറ്റ്. അതുപോലെ തന്നെ ക്ലബ് ഫാക്ടറി വരുന്നുണ്ട്, ഹെലോ വരുന്നുണ്ട്, ക്യാം സ്കാനർ വരുന്നുണ്ട്. ഇങ്ങനെ നമ്മളുടെ ഇടയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇങ്ങനെ 59 ആപ്ലിക്കേഷൻസ് ആണ് പ്രൈവസി ഇഷ്യൂസിന്റെ പേരിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്നലെ ബാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ മൂവ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതിന്റെ പേരിൽ എത്രത്തോളം ഗ്ലോബലി നമുക്കെതിരെ ഒരു റിപ്പൽ എഫക്റ്റ് വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് വരും ദിവസങ്ങളിലാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ ഒരു വാർത്ത കേട്ട ഉടനെ തന്നെ ഒരുപാട് പേര് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം. ആദ്യം തന്നെ പോയി ഫോണിൽ നോക്കി കാണും, ടിക്ടോക്ക് വർക്ക് ആവുന്നുണ്ടോ, UC ബ്രൗസർ വർക്ക് ആവുന്നുണ്ടോ, ഓക്കെ ഈ ആപ്ലിക്കേഷൻ ഒക്കെ വർക്ക് ആവുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് ഗവൺമെന്റ് പറഞ്ഞത് ഈ ഒക്കെ ആപ്ലിക്കേഷൻ ഒക്കെ ബാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പറയുന്നത്? എന്റെ ഫോണിൽ ഇപ്പോഴും വർക്ക് ആവുന്നുണ്ടല്ലോ, ടിക്ടോക്ക് ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, UC ബ്രൗസർ ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, എന്താണ് പിന്നെ ബാൻ ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാനും യൂസ് ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ മേ ബി ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതും ഇല്ലാണ്ടാകാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും തന്നെ ഇത്രയും വലിയൊരു തീരുമാനം ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രത്യേകിച്ച് വിചാരിച്ചൊന്നും കാണില്ല. കാരണം നമ്മൾ ഒരു ടിക്ടോക്ക് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ ഗവൺമെന്റ് കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ബട്ട് ആ ഗവൺമെന്റ് തന്നെ പെട്ടെന്നൊരു ദിവസം 59 ആപ്ലിക്കേഷൻസ് ആണ് നിരോധിച്ചിരിക്കുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് ഗവൺമെന്റ് തന്നെ അവരുടെ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ടു ഡാർക്ക് തിയറി. ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയ്ക്ക് നടക്കുന്ന ഒരു വലിയ ബോർഡർ ഇഷ്യൂവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. അതെന്തിനാണ് ഇപ്പോൾ പറയുന്നത്? അത് ഈ ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്തതോടെ എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ബന്ധമുണ്ട്. വൺ ഓഫ് ദ റീസൺസ് ഈ ഗവൺമെന്റ് ഈ ആപ്ലിക്കേഷൻ ബാൻ ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം, ഒരു റീസൺ ആണ് ഈ ഒരു ബോർഡർ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയ്ക്കുള്ള ഒരു 60 സ്ക്വയർ കിലോമീറ്റർ ഏരിയ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC എന്ന് പറയും. ഈ ഒരു ഏരിയ ചൈന അതിക്രമിച്ച് കയറി അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. ഇന്ത്യക്കും പാകിസ്ഥാനിനും ഒരു വെൽ ഡിഫൈൻഡ് ബോർഡർ ഉണ്ട്. അതായത് ഇത്രയും ഭാഗം ഞങ്ങളുടേതാണ്, ഇത്രയും ഭാഗം നിങ്ങളുടേതാണെന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. ബട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് അങ്ങനെ ഒരു ബോർഡർ ഇല്ല. തെളിച്ച് നമുക്ക് ഇത്രയും ഭാഗം നിങ്ങളുടെയാണ്, ഇത്രയും ഭാഗം ഞങ്ങളുടെയാണെന്ന് പറയാൻ കഴിയില്ല. ഇതിൽ ഗാൽവൻ എന്ന് പറയുന്ന ഒരു പകുതിയിൽ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം. 20 ഇന്ത്യൻ സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് സൈനികർക്ക് നല്ല രീതിയിൽ തന്നെ അതിന് പരിക്ക് സംഭവിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനോടൊപ്പം എന്താണ് സംഭവിക്കുന്നത് നോക്കുവാണെങ്കിൽ ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് വെൽ ഡിഫൈൻഡ് ഒരു ബോർഡർ ഇല്ല. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് എങ്ങനെയാണ് ഉള്ളത് അതുപോലെ ഒരു ബോർഡർ ഇന്ത്യക്കും ചൈനയുടെ ഇടയ്ക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1960 തൊട്ടേ നമ്മുടെ പല ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ടെറിട്ടറീസും ചൈന ക്ലെയിം ചെയ്യുന്നത് ഞങ്ങളുടേതാണ്. തിരിച്ച് ഇന്ത്യ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ പല ഭാഗങ്ങൾ അത് ഞങ്ങളുടേതാണ്. ഈ ഒരു ക്ലെയിം രണ്ട് രാജ്യങ്ങളും തമ്മിൽ 1960 തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ NDTVയിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഇത്രയും നാളും അല്ലെങ്കിൽ 1960 തൊട്ട് ചൈന പറഞ്ഞ പല ഭാഗങ്ങളുണ്ടല്ലോ ഞങ്ങളുടേതാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്ന പല ഭാഗങ്ങൾ കൂടാണ്ട് 423 മീറ്റർ ഏരിയ, ഇതുവരെയും പറയാത്ത പുതിയൊരു ഏരിയ ചൈന കയ്യേറി വെച്ചിരിക്കുകയാണെന്നാണ് സാറ്റലൈറ്റ് ഇമേജസ് വഴി വച്ച് NDTV ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സോ നമ്മുടെ അതിർത്തിയിലേക്ക് ചൈന അതിക്രമിച്ച് കയറുന്നത് കൂടാണ്ട് നമ്മളുടെ ഗാൽവൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടല്ലോ, അവിടെ ആണല്ലോ ഇപ്പോൾ ഈ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഗാൽവൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഫുള്ളും അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഫുള്ള് തങ്ങളുടേതാണ് എന്നൊരു പുതിയ വാദമാണ് ചൈന ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും ഇല്ലാതിരുന്ന പുതിയൊരു വാദം, ഗാൽവൻ മുഴുവൻ ഞങ്ങളുടേതാണ് എന്നാണ് ചൈനയുടെ പുതിയ ക്ലെയിം. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അവരുടെ ബോർഡറിൽ അവരുടെ ആർമിയെ ഫുള്ള് വിന്യസിച്ചിരിക്കുകയാണ്. തിരിച്ച് ഇന്ത്യ നമ്മളുടെ ബോർഡറിൽ ഇന്ത്യൻ ആർമിയെ ഫുള്ള് വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർമി രണ്ട് രാജ്യത്തെ ആർമി തമ്മിൽ അവരുടെ സ്റ്റാൻഡ് ഓഫ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോർഡറിൽ ഇത്രയും വലിയ ടെൻഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ചൈനയുടെ എക്കണോമിയെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരു അടി എന്നോണം നമ്മൾ ഇന്ത്യക്കാർ എന്തെങ്കിലും ചെയ്യണമെന്ന തരത്തിലൊരു പബ്ലിക് ഔട്ട്ക്രൈ കുറച്ച് നാളുകൾ കൊണ്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ചൈനീസ് ആപ്പുകളെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ചൈനീസ് പ്രോഡക്റ്റുകളെല്ലാം ഇന്ത്യയിൽ ബാൻ ചെയ്യുക. ഇത്തരത്തിൽ ചൈനയുടെ എക്കണോമിയെ ഇന്ത്യയെ കൊണ്ട് എങ്ങനെ അഫക്റ്റ് ചെയ്യാൻ കഴിയും അത്തരത്തിലെല്ലാം നമ്മൾ അഫക്റ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ അത്തരത്തിലെല്ലാം നമ്മൾ നല്ലൊരു പണി തിരിച്ച് ചൈനയ്ക്ക് കൊടുക്കുക എന്ന തരത്തിൽ ഒരു പബ്ലിക് ടോക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു.
മറ്റു ചിലരെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഒന്ന് യൂസ് ചെയ്യാതിരിക്കുന്നത് വഴി ചൈനയ്ക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന തരത്തിൽ ഡിബേറ്റബിൾ ആയിട്ടൊരു ടോക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇതിനേക്കാട്ടിലും പ്രാധാന്യമായിട്ടുള്ള കാര്യമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇത്രയും നാളും ഇന്ത്യയുടെ സോവറിനിറ്റിയെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയെയും ബാധിക്കുന്ന തരത്തിലായിരുന്നു ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനായിട്ട് അവർ ഇന്നലെ ആ ഒരു പ്രസ് റിലീസ് ചെയ്യാൻ പറഞ്ഞില്ല. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് എന്താണെന്ന് നോക്കുവാണെങ്കിൽ പ്രീ ജുഡീഷ്യൽ എന്നൊരു വാക്കാണ് ഇന്നലത്തെ ആ ഒരു പ്രസ് റിലീസിൽ ഇന്ത്യൻ ഗവൺമെൻറ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഹാംഫുൾ ടു സമ്മൺ ഓർ സംതിങ്. അതായത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നാടിന് തന്നെ ഹാനികരമായിട്ടുള്ള രീതിയിലായിരുന്നു ഇത്രയും നാളും ഇത്രയും ആപ്ലിക്കേഷൻസ് ഒക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട് തോന്നാം. നമ്മളിപ്പോൾ ടിക്ടോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ UC ബ്രൗസർ യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ഹാനികരമായിട്ട് മാറുന്നതെന്ന് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും വരാം. ഇതിന് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആ ഒരു പ്രസ് റിലീസിൽ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡേറ്റ മുഴുവൻ നമ്മൾ ഈ ആപ്ലിക്കേഷൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും നമ്മുടെ ഡേറ്റ മുഴുവൻ അതിനകത്ത് കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡേറ്റ മുഴുവൻ എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഈ ഒരു ഡേറ്റ പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സെർവർ ഇന്ത്യയിലല്ല, ഇന്ത്യയുടെ പുറത്ത് എവിടെയാണെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇന്ത്യയുടെ സോവറിനിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയെ തകർക്കുന്നതായി ഉള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ 59 ആപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ നിരോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത കേട്ട ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്ത കാര്യം എനിക്കറിയാം. മേ ബി പോയി ടിക്ടോക്ക് ചെക്ക് ചെയ്ത് നോക്കി കാണും, വീഡിയോസൊക്കെ വരുന്നുണ്ടോ അത്. വീഡിയോസ് വന്ന് കാണുമല്ലേ, ടിക്ടോക്ക് അത്തേന്നും പറഞ്ഞ് ആരെങ്കിലും വീഡിയോ ഇട്ട് കാണും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഗൂഗിളിനും അതുപോലെ തന്നെ ആപ്പിളിനും, അതായത് ആൻഡ്രോയിഡിനും iOS-നും അവർക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ് അവർക്ക് അയച്ചിട്ടുണ്ട്. ഇതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും നമ്മൾ ഇന്ത്യക്കാർ. അപ്പോൾ അവരെങ്ങനെ അത് യൂസ് ചെയ്യാണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരെ അത് യൂസ് ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നതായിരിക്കും അടുത്ത സ്റ്റെപ്പ്. ബട്ട് അത്യാവശ്യം ഇതിച്ച് സമയം എടുക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ 2-3 days സോൾഡ് ആയിട്ട് എടുക്കുമായിരിക്കും ഈ ഒരു സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരാൻ. ഇനി ചൈനീസ് എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് കൂടി ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ ടിക്ടോക്ക് വരുന്നുണ്ട്, ഷെയറിറ്റ് വരുന്നുണ്ട്, എക്സെൻഡർ വരുന്നുണ്ട്, യുക്യാം പെർഫെക്റ്റ്, യുക്യാം മേക്കപ്പ് 2 സാധനവും വരുന്നുണ്ട്, ലൈക്ക് വരുന്നുണ്ട്, UC ബ്രൗസർ വരുന്നുണ്ട്, പിന്നെ MI കമ്മ്യൂണിറ്റി ഷവോമി ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലായി MI കമ്മ്യൂണിറ്റി എന്താണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് കൂടി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് കൂടി ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് കൂടിയാണ് ഇപ്പോൾ ബാൻ വീഴാൻ പോകുന്നത്. ഇനി ഈ ഒരു ബാൻ കൊണ്ട് ഏറ്റവും കൂടുതൽ വലിയ പണി കിട്ടിയത് ആർക്കാണെന്ന് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ടിക്ടോക്കിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ പുറത്ത് ടിക്ടോക്കിനുള്ള ഏറ്റവും വലിയ ഓഡിയൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെങ്ങുമല്ല, നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ 100 മില്യണിലധികം ടിക്ടോക്ക് യൂസേഴ്സ് ആണുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 100 മില്യൺ എന്ന് വെച്ചാൽ അത്രയും വലിയ നമ്പർ തന്നെയാണല്ലേ. അപ്പം 100 മില്യണിലധികം ടിക്ടോക്ക് യൂസേഴ്സ് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ ടിക്ടോക്കിന് ചൈനയുടെ പുറത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് ഉള്ളതും ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാൻ എത്ര നാളത്തേക്കാണെന്ന് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ലെങ്കിലും എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ഇതിനേക്കാളും വലിയ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യത്ത് പോൺ ബാൻ ചെയ്തെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കെ VPN യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് പോൺ കാണാൻ സാധിക്കും. അപ്പോൾ VPN എന്നൊരു വലിയ ആയുധം നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഈ ഒരു കാര്യം എത്രത്തോളം ആപ്ലിക്കബിൾ ആകുമെന്ന് നമുക്ക് നോക്കാം. കാരണം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് പേർ, അല്ലെങ്കിൽ ഒട്ടനവധി പേർ VPN യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ VPN എന്നൊരു വലിയ ആയുധം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ VPN ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം, അല്ലെങ്കിൽ ഒരുപാട് ടെക്നോളജിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് കിടപ്പുണ്ട്. അപ്പോൾ ഈ പിഴവുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിനെ കൊണ്ട് കൃത്യമായി അടയ്ക്കാൻ സാധിച്ചാൽ ഈ ഒരു കാര്യം എഫക്റ്റീവായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഇന്ത്യയിൽ ഒരുപാട് പേര് ഇന്ന് VPN യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ VPN യൂസ് ചെയ്തിട്ട് ഇത് ആക്സസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ മാത്രമാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് തീർച്ചയായിട്ടും നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗൂഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആപ്പിൾ ആയിക്കോട്ടെ ഇവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കണം. അതുപോലെ തന്നെ VPN ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയുമെന്നും കൂടി പരിശോധിക്കണം. അങ്ങനെ ഒരുപാട് സ്റ്റെപ്സിന് മുമ്പോട്ട് കിടപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 1-2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ എഫക്ട്സ് നമുക്ക് കൺമുൻപിൽ കാണാൻ കഴിയും.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുമ്പോൾ നമുക്ക് കാത്തിരുന്നതാണ്. സോ നമ്മുടെ ബോർഡറിലുള്ള ആ ഒരു ഇഷ്യൂസ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ, നമ്മുടെ പ്രൈവസി പ്രോബ്ലംസ്, നമ്മളുടെ ഡേറ്റ മുഴുവൻ ഇന്ത്യയുടെ പുറത്തുള്ള ഒരു സെർവറിലേക്കാണ് പോകുന്നത്, അല്ലാതെ ഇന്ത്യയുടെ ഉള്ളിലുള്ള ഒരു സെർവറിലേക്കല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ഇന്ത്യയുടെ സോവറിനിറ്റിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയും ബാധിക്കുന്ന തരത്തിൽ ഈ ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ഇതിന് വ്യക്തമായ തെളിവുകൾ അവരുടെ പക്കലുള്ളത് കൊണ്ടുമൊക്കെയാണ് 59 ആപ്ലിക്കേഷൻസിനെ ഇന്ത്യയിൽ നിന്നും ബാൻ ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ പോയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ബോയ് ദിവിൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.